പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് ലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡോക്ടർ ലാൽ, നോക്കൂ, അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഹാരിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. മെഡിക്കൽ കോളേജിലെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിനൊരു പരിഹാരം ഇന്നുണ്ടായിരിക്കുകയാണ്. ഈ ഒരു പരിഹാരം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ പോലും ഇത് എത്ര നാൾ ഇങ്ങനെ തന്നെ നിലനിന്ന് പോകുമെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഒരു ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ എത്തിച്ചു എങ്കിൽ പോലും മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ ഇതോടെ തീരുന്നു എന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ ഇനി വീണ്ടും ഈ ഡോക്ടർ ഹാരിസ് തന്നെ ഇക്കാര്യങ്ങളിൽ ഒക്കെ ഇടപെടുകയോ അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടർ ഇതുപോലെ ഇടപെടുകയോ ഒക്കെ വേണ്ടേ ഇനി വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറാൻ? തീർച്ചയായും ഇപ്പൊ ഒരു ആശുപത്രിയിലെ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ആശുപത്രികളുടെ നിരന്തരമായ ഒരു പ്രതിഭാസമാണ്. അസുഖങ്ങൾ വരുന്നത് ആശുപത്രി ഉപകരണം ഉണ്ടാകുന്ന നോക്കിയിട്ടല്ല ആളുകൾക്ക് അസുഖം വരുന്നത്. ജനങ്ങൾക്ക് അസുഖം വരും. ജനങ്ങൾ ഒരുപാടുണ്ട്. അവർ കേരളത്തിൽ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുകയാണ്. അവർക്ക് അസുഖങ്ങൾ വരും. പരിഹരിക്കാനായിട്ട് നിരന്തര സംവിധാനമാണ് വേണ്ടത്. ഇപ്പൊ ഇങ്ങനെ വിമാനത്തിൽ കൊണ്ടുവന്നു പറയുമ്പോൾ തന്നെ എന്റെ അർത്ഥം എന്താണ്, ഇവിടെ ഇല്ലായിരുന്നു എന്നല്ലേ. അപ്പൊ ഒരു ഹാരിസിനെ ധൈര്യം എന്നുള്ളത് പുറത്തു പറയേണ്ട. ഒരുപാട് ഹാരിസുമാർ, ധൈര്യം ഇല്ലാത്ത ഹാരിസുമാരും ഉണ്ട്, ഭയന്ന് പറയാത്ത ഹാരിസുമാരും ഉണ്ട്. കാരണം സർക്കാർ അങ്ങനെയാണ് പെരുമാറുന്നത്. എന്തെങ്കിലും ഇപ്പൊ തന്നെ ഈ ഹാരിസിനെതിരെ നടപടിക്ക് പോവുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അത് കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സിസ്റ്റം പ്രശ്നമാണെന്നാണ്. അപ്പൊ ഇവരെല്ലാം ഞങ്ങളെ പറയുന്നവരെയൊക്കെ ആക്രമിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പലരും നിശബ്ദരായത്. ഇന്നലെ മന്ത്രി തന്നെ പറഞ്ഞ സിസ്റ്റം പ്രശ്നമാണ്. സിസ്റ്റം പ്രശ്നത്തിന് നമുക്ക് എവിടെയെങ്കിലും പാച്ച് വർക്ക് നടത്തിക്കായിരുന്നു. ഒരു വണ്ടിയുടെ എഞ്ചിൻ തകരാറിന് പെയിന്റ് തേച്ചാൽ മാറും. ഇപ്പൊ തൽക്കാലം പെയിന്റ് തേച്ച് ആളെ പറ്റിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ എഞ്ചിൻ തകരാറിലാണ്. അത് പരിഹരിക്കാതെ അവിടെ പാച്ച് വർക്ക് നടത്തി നല്ലതാണ്. വിമാനത്തിലോ കപ്പലിലോ കൊണ്ടുവന്ന് കുറച്ചു പേരെങ്കിലും രക്ഷപ്പെടുന്നതല്ല. പക്ഷെ ഈ സർക്കാർ 9 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് ആരോഗ്യവകുപ്പ് എന്താണ് അവർക്ക് മനസ്സിലായിട്ടില്ല. പഠിക്കാൻ താല്പര്യമില്ല. അവർ വെറും പ്രചാരണ പരിപാടികൾ, PR വർക്കിലൂടെയും കൂടി ആരോഗ്യവകുപ്പിനെ ഉപയോഗിച്ച് മന്ത്രിമാർക്ക് ഇങ്ങനെ സിനിമ എടുത്ത് നായികമാരാകാമെന്ന് മാത്രമാണ് അവർ നോക്കുന്നത്. ആരോഗ്യവകുപ്പിനെ തകർത്ത് കളഞ്ഞു. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ നടത്തിക്കൊണ്ടിരുന്നത് എഫിഷ്യന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാണ്. ഇപ്പോഴും ഡയറക്ടർ ആരെന്ന് നിങ്ങൾക്കറിയാം ആർക്കെങ്കിലും? കേരളത്തിന്റെ പൊതുജനാരോഗ്യ ബില്ല് വായിച്ചു നോക്കണം. അതിനകത്ത് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ അധികാരി ആരോഗ്യ ഡയറക്ടറാണ്. ആരോഗ്യ ഡയറക്ടറാണ് അതിനൊക്കെ ഉത്തരം പറയേണ്ടത്. മന്ത്രിയല്ല ഉത്തരം പറയേണ്ടത്. മന്ത്രി ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ്. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ടത്. ആരോഗ്യവകുപ്പ് നടക്കേണ്ട ആരോഗ്യ ഡയറക്ടറാണ്. അവരാർക്കും അറിയാമെന്ന് 5-6 അഡീഷണൽ ഡയറക്ടർമാരുണ്ട്. അവരെ അറിയോ ആർക്കെങ്കിലും? ഈ ആരോഗ്യവകുപ്പിനെ മുഴുവൻ നിശ്ചലമാക്കി നിർവീര്യമാക്കി മന്ത്രിമാർക്ക് TV വരാനുള്ള വൺമാൻ ഷോയിൽ നടത്താനുള്ള പരിപാടിയാക്കി മാറി. ഞാൻ 42 വർഷമായിട്ട് മെഡിക്കൽ രംഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനും 83 മെഡിക്കൽ വിദ്യാർത്ഥി ആയപ്പോൾ തൊട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പ്രവർത്തിച്ചതാണ്. ഇത്രയും നല്ലൊരു സംസ്ഥാനത്തെ ഇത്രയും വഷളാക്കിയ ലോകത്തൊരു സ്ഥലവും ഉണ്ടാകില്ല. ഞാൻ ഏറ്റവും അവികസിത രാജ്യത്ത് ജീവിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും അവികസിത രാജ്യത്തെ ആരോഗ്യ സംവിധാനത്തിന് ഞാൻ അഡ്വൈസർ ആയിരുന്ന ആളാണ്. ഞാൻ ഉറപ്പോടെ പറയുകയാണ്, ഇത്രയും നല്ലൊരു സംവിധാനത്തെ ഇപ്പൊ പഴയ തറവാടിന്റെ പേര് മാത്രമാണ് 1ാം സ്ഥാനമാണ്. അത് പഴയ പേരാണ്. എല്ലാ സ്ഥാനങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ കള്ളക്കണക്കുകൾ മതി. ഇന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രി കള്ളക്കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ പഴമയുടെ പെരുക്കം കൊണ്ട് കാര്യമില്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പാലം കെട്ട് നടക്കല്ല. ഒരു സ്ഥലത്ത് ഗതാഗത പ്രശ്നമുണ്ട്, പാലം കെട്ടിയ പാലം തീർന്നു. പിന്നെ എത്ര 50 വർഷത്തെ പാലത്തിന് വേണ്ടി നോക്കണ്ട. ആരോഗ്യം അങ്ങനെയല്ല. ഓരോ ദിവസവും പുതിയ അസുഖം വരികയാണ്. ഓരോ ദിവസവും ആൾക്ക് പഴയ അസുഖങ്ങൾ വരുന്നുണ്ട്. ഓരോ ദിവസം മനുഷ്യർ അപകടത്തിൽപ്പെടുന്നുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഇല്ല. എപ്പോഴും ആരോഗ്യരംഗം ചലഞ്ചിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. അത് പരിഹരിച്ചുകൊണ്ടിരിക്കണം. അത് എല്ലാം ശരിയാക്കി എന്ന് പറഞ്ഞ് ഇതാണ് പ്രശ്നം. കേരളം നമ്പർ 1 ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആരോഗ്യവകുപ്പ് പ്രവർത്തകരുടെ അവരുടെ ഉദാസീനത ഉണ്ടാവും. നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഹാരിസ് പുറത്തു പറയേണ്ടി വന്നത്. കേരളത്തിലെ എല്ലാ പ്രശ്നവും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലായിടത്തും പ്രശ്നമാണ്. ഈ ഹാരിസ് മുമ്പ് പ്രൊഫസറായിരുന്ന എന്റെ ക്ലാസ്മേറ്റ് ആണ്. അയാൾ പ്രോവിഡന്റ് ഫണ്ട് ലോൺ എടുത്താണ് അവിടെ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ആശുപത്രി ഉപകരണങ്ങൾ. ഇങ്ങനെ ഒരു ആശുപത്രി അതപ്പതിക്കാവോ? അപ്പൊ ഇത് ഒരാളുടെ ഒരു മന്ത്രിയുടെ മാത്രം പ്രശ്നം. ഒരു സിസ്റ്റം ഇല്ല. ആരോഗ്യമന്ത്രി വിശ്വാസിയായിട്ട് പറഞ്ഞു സിസ്റ്റം തകരാറിലാണ്. സിസ്റ്റം ശരിയാക്കാനുള്ള നടപടിയാണ് വേണ്ടത്. തൽക്കാലം പാച്ച് വർക്കുകൾ വേണ്ടിവരും. പക്ഷെ അതിനെപ്പറ്റി ചർച്ചയെങ്കിലും വേണം. ഒരു മന്ത്രി അയച്ചാൽ നടക്കാൻ പറ്റില്ല. മന്ത്രിക്ക് തന്നെ ആ വകുപ്പിൽ വലിയ അധികാരമൊന്നുമില്ല. കാരണം അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. പാർട്ടിയിൽ അവരെക്കാൾ കൂടിയാണ്. അദ്ദേഹമാണ് തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആരോഗ്യവകുപ്പായിട്ട് ബന്ധമുള്ള ബോധമുള്ളവർ എല്ലാവരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഭരണകക്ഷി മാത്രം നടത്തേണ്ടതാണ് ആരോഗ്യവകുപ്പ്. ഈ കേരളത്തിൽ ഒരുപാട് ആരോഗ്യ വിദഗ്ധരുണ്ട്. അച്യുതമേനോന്റെ മകൻ ഡോക്ടർ രാമൻകുട്ടിയുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അച്യുതമേനോൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അവിടെ 25 വർഷം മുമ്പ്
മാസ്റ്റേഴ്സ് എടുത്താൽ. എന്നെ പഠിപ്പിച്ച ഡോക്ടർ രാമൻകുട്ടി അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് പോലും ഇവരാരും ചോദിക്കല് കാര്യങ്ങൾ. ലോകം കണ്ട ഹെൽത്ത് എക്കണോമിസ്റ്റാണ് അദ്ദേഹം, എപ്പിഡമിയോളജിസ്റ്റാണ്. അപ്പൊ ഇതാണ് മന്ത്രിക്ക് മന്ത്രിയാകുന്നതിന് MBA കിട്ടും, MD കിട്ടും, അല്ലെങ്കിൽ ഡിഗ്രി കിട്ടും. അവർക്ക് പൊളിറ്റിക്കൽ ഹെഡ് മാത്രമാണ്. അവര് നന്ദി ഡോക്ടർ SS ലാൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.